പേരെങ്കിലും പ്രാർത്ഥിക്കുവാനിടയാകുന്നുണ്ട്. എന്നാൽ മാറി മാറിയുള്ള പ്രാർത്ഥന ആ സംഗമത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന സഹകരണത്തിന് സപ്പോർട്ടിന് നന്ദി പറയുന്നു. ദൈവമാക്കത്തെ സഹായിക്കട്ടെ. ചില പ്രിയപ്പെട്ടവർ വളരെ താമസിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അവർക്ക് ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് നേരത്തെ ജോയിൻ ചെയ്യണം. 5 മണിക്ക് തന്നെ ഇവിടെ പ്രാർത്ഥിച്ചാരംഭിക്കും. ഇതൊരു ശുശ്രൂഷയാണ്. നാം ഭാരതത്തിലുള്ളവരാണ്, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. അവരുടെ കടപ്പാടാണ്. ഈ യോധന സഹോദരങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ത്രീ ഭേദം വരുത്തി എന്നതുപോലെ ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് നമ്മൾ നിൽക്കണം. സ്വത്രം ഇതിന് പണസമ്പാദ്യ മേഖലയല്ല. ആമേ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് കാവൽക്കാരായി ദേശത്തിൽ എഴുതി നൽകുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്ത ബോധം. എല്ലാവരും പ്രസംഗരല്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ആളുകളെ ദൈവം മനസ്സുണർത്തിയിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്തമാണ്. ഈ കാര്യത്തിൽ ബോധത്തോടെ നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തലമുറകളെ, കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം കൂടിയിരിക്കും. ഐശ്വര്യമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ MJS കറിയാപ്പാസിന് ആത്മാവിശ്വാസമുണ്ട്. ഇന്ന് ആ ഭവനത്തിലേക്ക് പോകും. ഞങ്ങൾ പോയി കാണുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് ബലപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദിയുണ്ട്. നമ്മുടെ പാസ്റ്റർ സജീവരുടെ മുത്തുമന്റെ സാമിന്റെ മാരേജ് ഇന്നലെ അനുഗ്രഹപ്രദമായി നടക്കുവാൻ ഇടയായി. ഞങ്ങൾ കുടുംബമായി പോകാനും സനീഷ് രാജേഷ് സാർ ചേർന്ന് പോകാൻ കർത്താവ് ഇടയാക്കി. എല്ലാവരുടെയും ആശംസ അവിടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാറ്റിനായ രീതിയിൽ മഹത്വപ്പെടും. കുടുംബത്തെ ധന്യമാക്കട്ടെ. ദീർഘവർഷങ്ങൾ ഈ മേഖലകളിൽ പ്രവർത്തിച്ച അനുഗ്രഹിക്കേണ്ട ദീവദാസനാണ് തങ്കച്ച പാസ്റ്റർ. വളരെ പകുതിപ്പണി PC അതുപോലെ ദീർഘവർഷങ്ങളായി PC ഒരു സീനിയർ പാസ്റ്ററാണ് അദ്ദേഹം. കഴിഞ്ഞ രാത്രി നിത്യതി ചേർക്കപ്പെട്ട് ബാംഗ്ലൂരിലാണ്. AB അതിന്റെ മകനോടൊപ്പം ആന്റിയും പാർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവ് വേലക്കാരനായിരുന്നു. ദീർഘവർഷങ്ങൾ, ഏതാണ്ട് 50-ലധികം വർഷം കർത്താവിനെ ദീവദാസനാണ്. അപ്പോൾ നിത്യം ശ്രമിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. മിനിസ്ട്രിയുടെ ആ പ്രത്യാശയും ദുഃഖവും ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. രാവിലെ എല്ലാവരുടെയും സഹകരണത്തിനായി കർത്താവ് ശ്രദ്ധിക്കുന്നു. തുടർന്ന് നമ്മോട് ദൈവം സംസാരിക്കുന്ന അല്ലെങ്കിൽ കർത്തദാസൻ പാസ്റ്റർ ജോൺ മാമൻ അവരുടെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ വാഴ്വാടി എപ്പിസോഡ് പാസ്റ്റർ ആയിരിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പംഗമാണ്. നിരവധി പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ ദൈവനെ സംസാരിച്ചിട്ടുണ്ട്. കർത്തദാസനെ കുടുംബത്തെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. പ്രസംഗിക്കുന്ന പോലെ ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് പാസ്റ്റർ ജോൺ മാമൻ. ബൈബിൾ ടീച്ചറായി സഭാശുശ്രൂഷകരൊക്കെ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന ദേവദാസനെ രാവിലെ ദൈവശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. മീറ്റിംഗിന്റെ അവസാനം പാസ്റ്റർ ജെയിംസ് വർഗീസ് ലീഡിംഗ് ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ വിലപ്പെട്ടദാസൻ വർഗീസ് ബേബി പാസ്റ്ററുടെ കുടുംബം, അതുപോലെ തന്നെ പ്രിയ രാജൻ സാറ്, ജോയിച്ചാൻ കടക്കോയിക്കൽ, പ്രിയ സ്കറിയ പാസ്റ്ററുടെ കാര്യം കേട്ടു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് എത്രയും പെട്ടെന്ന് പൂർണ്ണ സൗഖ്യം കർത്താവിന്റെ ദാസന് നൽകട്ടെ. ജെയിംസ് വർഗീസ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവനെ സംസാരിപ്പാൻ അവസരം തന്ന ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന് എല്ലാ മഹത്വവും ആമേൻ അർപ്പിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ധ്യാനത്തിനായിട്ട് നമുക്ക് വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? 1 കൊരിന്ത്യർ 1-ന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നിഷ്കൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രസംഗിക്കാതിരിക്കേണ്ടതിന് തന്നെ നിങ്ങളോ അവനാൽ യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്നു ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ദൈവം നടത്തിയ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ദൈവം നടത്തിയ തിരഞ്ഞെടുപ്പ്. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല,
കർത്താവാണ് നമ്മെ തെരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ വലിയ യോഗ്യത കണ്ടോ, നമ്മുടെ വലിയ സ്ഥാനമാനങ്ങൾ കണ്ടോ ഒന്നുമല്ല തെരഞ്ഞെടുത്തത്. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ കുലഹീനവും നിർകൃഷ്ടവുമായതിനെ തിരഞ്ഞെടുത്തു. എന്താണെന്നറിയാമോ കാര്യം? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യത കണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. അതെ, യഥാർത്ഥത്തിൽ നമുക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ദൈവം നമ്മിൽ കണ്ട യോഗ്യത. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോഴും അവര് വലിയ ആളുകളായതുകൊണ്ടോ കൂടിയ പാർട്ടികളായതുകൊണ്ടോ ഒന്നുമല്ല ദൈവം തെരഞ്ഞെടുത്തത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, ആവർത്തനം 7-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്നു. സ്തോത്രം. ഒന്ന് വായിക്കാമോ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളുടെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നു വീണ്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യ ദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പന പാലിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. കൂട്ടത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ സംഖ്യയില് സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. ആമേൻ. കേട്ടോ? സ്തോത്രം. ആമേൻ. ആവർത്തന പുസ്തകം 7-ന്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതായത് ദൈവം ഇസ്രായേലിനോട് പറയുക, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാണ്. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായത് കൊണ്ടല്ല. സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് ജാതികളെക്കാൾ നിങ്ങൾ വളരെ കൂടുതലുണ്ട്. അത് കണ്ടൊന്നുമല്ല ഞാൻ തെരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തപ്പോൾ മറ്റ് ജാതികളെക്കാൾ കുറഞ്ഞവരായിരുന്നവര്. സ്തോത്രം. ആമേൻ. അവര് വലിയ ജാതിയായി മാറിയെങ്കിൽ, സ്തോത്രം. ആമേൻ. സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ജാതിയിൽപ്പെട്ടവർ നടത്തിയെങ്കിൽ, സ്തോത്രം, വലിയ ബുദ്ധിയുള്ളവരായി അവർ മാറിയെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് ദൈവം അവരെ ആ നിലയിലേക്ക് മാറ്റിയതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ദൈവം ഇസ്രായേലിനോട് പറയാ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ എണ്ണത്തിൽ പെരുപ്പമുള്ളവർ കൊണ്ടല്ല, നിങ്ങൾ കൂടിയ ജാതിയായതുകൊണ്ടല്ല, നിങ്ങൾ മറ്റ് ജാതികളെക്കാട്ടിൽ കുറഞ്ഞവരാണ് എല്ലാ നിലയിലും. പക്ഷെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത വാഗ്ദത്തം ഓർക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. അതായത് എന്റെ കൃപയാണ് നിങ്ങളെ തെരഞ്ഞെടുക്കാൻ കാരണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെയും ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ വലിപ്പം നോക്കി അല്ല തെരഞ്ഞെടുത്തത്, നമ്മളുടെ വിദ്യാഭ്യാസം നോക്കി അല്ല തെരഞ്ഞെടുത്തത്, നമ്മളുടെ ശക്തി നോക്കി അല്ല ദൈവം തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ കൃപയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കാൻ കാരണം. ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആമേൻ, നമ്മൾ ഒരിക്കലും സ്വയം പ്രശംസിക്കത്തില്ല, നാം നമ്മിൽ തന്നെ പുകഴത്തില്ല. സ്തോത്രം. ആമേൻ. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ആമേൻ കുലഹീനരായിരുന്നു, നമ്മൾ ബലഹീനരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഭോഷന്മാരായിരുന്നു. എന്നാൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ഒരു വലിയ നിലയിലേക്ക് മാറ്റി. സ്തോത്രം.
ഈ ചില ആളുകളെ ഞാനും ആദ്യകാലത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആമേൻ, എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നതെല്ലാം ഞാൻ കളഞ്ഞിറങ്ങി, സ്തോത്രം. അപ്പൊ ഇത് പറയുമ്പോഴേ ഇപ്പോഴും നമ്മൾ പലരും പറഞ്ഞു പോകും, ഞാന് ആമേൻ ഇന്നടത്ത് ഒരു വലിയ സ്ഥാപനത്തിൽ ഒരു വലിയ സ്ഥാനത്തിരുന്നു, ഞാൻ അതെല്ലാം കളഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. നമ്മളത് പറയുമ്പോൾ കർത്താവിന്റെ വേല ഏതോ നിസാരവും നമ്മൾ കളഞ്ഞത് ഏതോ കൂടിയതുമാണ് നമുക്ക് തോന്നുന്നത്. സ്തോത്രം. കർത്താവിന്റെ വേല ചെയ്യാൻ കിട്ടിയ അവസരം ലോകത്തിലെ ഏറ്റവും കൂടിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പറയുന്നത്. ഒരു കാര്യമുണ്ട്, യേശു വിട്ടുവന്നത് എന്താ? നമ്മളൊരു നല്ല ജോലി വിട്ടുവന്നു, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. കർത്താവിന്റെ വേല കുറഞ്ഞതാണെന്നുള്ള മറ്റും നമ്മൾ അറിയാതെ പോലും ചിന്തിക്കരുത്. കർത്താവിന്റെ വേല ഏറ്റവും വലുതാ. നമ്മൾ വിട്ടിറങ്ങിയത് പോലാണോ കർത്താവ് വിട്ടിറങ്ങിയത്? യേശു ആരായിരുന്നു? അവൻ ആമേൻ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 2-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ, യേശു കർത്താവ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിൽ വന്നു. ആമേൻ, സ്തോത്രം. ദാസരൂപമെടുത്തു, ദാസനായിട്ട് തീർന്നു. എന്നിട്ട് ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. സ്തോത്രം. ക്രൂശിലെ മരണത്തോളം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ പിതാവായ ദൈവത്തോട് കൂടെ ഇരുന്നവൻ ആമേൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. മനുഷ്യപുത്രൻ അല്ലാതെ ആരും 3-ാം സ്വർഗത്തിൽ കയറിയിട്ടില്ല. അത് പറയുന്നിടം വരെ, യേശു പറയുന്ന സമയം വരെ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, എന്റെ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തോടൊപ്പം എല്ലാ മഹിമയോടിരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആമേൻ സ്വർഗോന്നതങ്ങളെ വെടിഞ്ഞ് ഈ ഭൂമിയിലെത്തി, താണ ഭൂമിയിലെത്തി മനുഷ്യനായി തീർന്നു, ദാസനായി തീർന്നു. നമുക്ക് വേണ്ടി ഏറ്റവും ഹീനമായ മരണമേറ്റു. ക്രൂശിലെ മരണം. ക്രൂശ് മരണം എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായ മരണമാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. റോമൻ സാമ്രാജ്യം, റോമൻ സിറ്റിസൺ ഉള്ളവർക്ക്, ആമേൻ, റോമൻ പൗരത്വമുള്ളവർക്ക് ആമേൻ ക്രൂശ് മരണം കൊടുക്കത്തില്ല. കാരണം അത്ര മോശമാണ്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ റോമൻ സിറ്റിസൺ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രൂശിക്കാഞ്ഞത്. അദ്ദേഹത്തിനെ ബിഹെഡഡ്, തലവെട്ടി. സ്തോത്രം, ആമേൻ. അപ്പം ഏറ്റവും മ്ലേച്ഛമായ മരണത്തോളം പിതാവിനോട് അനുസരണമുള്ളവനായി താണ് വന്നവനാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഏറ്റവും വലിയ ത്യാഗം സഹിച്ചത്, ഒന്നുമില്ലാതായത് നമ്മുടെ കർത്താവാണ്. അവന്റെ പിന്നിൽ യാത്ര ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, നമുക്കൊന്നിനും പുകഴാനില്ല. ദൈവത്തിന്റെ കൃപ മാത്രമാണ് നമ്മെ തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടുകൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് കൂടിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 3-ന്റെ 4 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് ഓക്കെ, ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ട്. ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു മരിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 3, ചാപ്റ്റർ 3, 3-ന്റെ 4 മുതൽ. പക്ഷേ എനിക്ക് ജഡത്തിൽ വഴിയുണ്ട്, മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ. ഇങ്ങനെ താഴോട്ട് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട് എന്ന് പറഞ്ഞ് 1, 2, 3, 4 എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. മറ്റൊരിടത്ത് പറയുന്നു, എനിക്കെല്ലാം അറിയാം. ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്കും ചില കാര്യങ്ങൾ പിടികിട്ടുന്നു. ചരിത്രത്തിൽ നിന്ന് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ആരാണ് പൗലോസ്? പൗലോസ് എത്ര ഭാഷകൾ അറിയാം? എബ്രായ ഭാഷ അറിയാം, ഗ്രീക്ക് ഭാഷ അറിയാം, ലാറ്റിൻ ഭാഷ അറിയാം, അരാമ്യ ഭാഷ അറിയാം, എത്ര സംസ്കാരങ്ങൾ അറിയാം. ഗ്രീക്ക് കൾച്ചർ അറിയാം, ആമേൻ, റോമൻ കൾച്ചർ അറിയാം, മിഡിൽ ഈസ്റ്റ് കൾച്ചർ അറിയാം, പാലസ്റ്റൈൻ്റെ അറിയാം, ആമേൻ, ധാരാളം കാര്യങ്ങൾ. ഫിലോസഫികളോ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫിലോസഫികളും, ആമേൻ, സ്റ്റോയിക്ക്, ആമേൻ, അങ്ങനെ ധാരാളം ഫിലോസഫി അറിയാം. ഇതെല്ലാം അറിയാവുന്ന മനുഷ്യൻ ഇതെല്ലാം കഴിഞ്ഞ് പറയുക, ഇതെല്ലാം
എന്റെ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഇതിനുള്ള വില ചവറിന്റെ വിലയായി എന്നെനിക്ക് മനസ്സിലായി. ലോകപ്രകാരം എനിക്കുണ്ടായത് എല്ലാം കൂടെ കൂട്ടിയാൽ കുറെ ചവറിന്റെ വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? എന്റെ കർത്താവിന്റെ പരിജ്ഞാനത്തെ കുറിച്ച്, അവന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് എനിക്ക് മനസ്സിലായപ്പോൾ അതിന്റെ മുമ്പിൽ ഇതൊന്നുമില്ല, നത്തിങ് എന്ന് എനിക്ക് മനസ്സിലായി. കർത്താവിനെ നമ്മൾ കൂടുതലായിട്ട് അറിയുമ്പോൾ ആമേൻ, നമ്മുടെ അയോഗ്യതയാ വെളിപ്പെടുന്നത്. സ്തോത്രം. നമുക്കുണ്ടായിരുന്നത് പലതും ആമേൻ ഒന്നുമല്ല, നിസ്സാരമാണ്, വിലയില്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് യോഗ്യതയുള്ളവരാക്കി തീർക്കുകയാണ്. സ്തോത്രം. ആമേൻ. പൗലോസിന് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ, അറിവുകളുള്ള ആളല്ലേ? പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തു. ന്യായപ്രമാണം ഗമാലിയേലിന്റെ അടുത്തിരുന്ന് പഠിച്ചവനാ പൗലോസ്. ഗമാലിയേൽ എന്ന് പറഞ്ഞാൽ ന്യായ പ്രമാണം നന്നായിട്ട് അറിയാവുന്ന ഒരു സ്കോളറാണ് ഈ ഗമാലിയേൽ. ആ ഗമാണം പഠിച്ച ഈ പൗലോസിനെ ആമേൻ യെരുശലേമിലെ സഭയുടെ പാസ്റ്ററാക്കി വെച്ചിരുന്നെങ്കിൽ പൗലോസിനെ നിഗളിക്കാൻ വകയുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണം മുഴുവൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എവിടുന്നാ പഠിച്ചെന്നറിയാമോ? ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്നാ പഠിച്ചത്. അതുകൊണ്ടാണ് എന്നെ യെരുശലേമിലെ സഭയ്ക്ക് ആമേൻ യഹൂദന്മാരുടെ സഭയ്ക്ക് എന്നെ പാസ്റ്ററാക്കി വെച്ചതെന്ന് പറഞ്ഞ് നിഗളിക്കാൻ ഇടവന്നേനി. പൗലോസിനെ അവിടെ ഒന്നുമല്ല ദൈവം ഉപയോഗിച്ചത്, മറ്റ് തലങ്ങളിലാണ് ഉപയോഗിച്ചത്. സ്തോത്രം. ജാതികളുടെ ഇടയിൽ ആമേൻ പൗലോസ് ഉപയോഗിച്ചു, ദൈവം ഉപയോഗിച്ചു. ആമേൻ. ന്യായപ്രമാണം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത, സ്തോത്രം, ആമേൻ, ജാതികളുടെ ഇടയിലേക്ക് കർത്താവ് പൗലോസിനെ വിട്ട് ശുശ്രൂഷ ചെയ്യിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യത്തിലും ദൈവസന്നിധിയിൽ ആമേൻ പ്രശംസിക്കാൻ പാടില്ല. സ്തോത്രം. ഒരു വലിയ പുരുഷാരം യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. യേശു പറയാണ് ആമേൻ, വരുന്നവരെല്ലാം ഈ പോരട്ടെ, നമുക്കൊരു മെഗാ ചർച്ച ഉണ്ടാക്കാം എന്നൊന്നല്ല യേശു പറഞ്ഞത്. സ്തോത്രം. എന്നെ അനുഗമിക്കാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ ഒരു കാര്യം ആദ്യം ഇരുന്ന് ചിന്തിച്ചോണം. എന്താണെന്നറിയാമോ? ആമേൻ, നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കണം. ഞാൻ എന്നുള്ള ഭാവം കളയണം, എന്റേതെന്നുള്ള ഭാവം കളയണം, എനിക്കെന്നുള്ള ഭാവം കളയണം, എന്റെ മക്കൾ എന്നുള്ള ഭാവം കളയണം. സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ഞാൻ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല, മുഴുവൻ കർത്താവ്. അവന്റെ നാമം മഹത്വമെടുക്കണം. സ്തോത്രം. ആമേൻ. ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ അത് ചെയ്തു എന്നുള്ള ഭാവത്തോടെ, എനിക്ക് ആ കഴിവുണ്ടായിരുന്നു, ഈ കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ള ഭാവം കൊണ്ട് ആരും എന്റെ പിന്നാലെ വരണ്ട. തന്നെത്താൻ ത്യജിക്കാൻ മനസ്സുള്ളവർ വന്നാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അങ്ങനെയുള്ളവർ മാത്രം കർത്താവിന് കൂടെ. ഒരിക്കൽ നമ്മുടെ കർത്താവ് ആമേൻ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു ന്യായശാസ്ത്രി വന്നിട്ട് പറഞ്ഞു, ഗുരു, അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. സാധാരണ ചിന്തിക്കുന്നതിന് എന്തുവാ? എനിക്ക് 12 ശിഷ്യന്മാരുണ്ട്, സാധാരണക്കാരായ ശിഷ്യന്മാരാ. എന്നാൽ വിദ്യാഭ്യാസവും വിവരവും ആമേൻ വലിയ സ്ഥാനമാനവുമുള്ള ഒരു ന്യായശാസ്ത്രി വന്നാ പറയുന്നത്, ഗുരു, അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഒരു വിദ്യാഭ്യാസമുള്ളവൻ കിടക്കട്ടെ, ഒരു വിവരമുള്ളവൻ കിടക്കട്ടെ, ഒരു ന്യായശാസ്ത്രി എന്റെ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറട്ടെ എന്നല്ല യേശു തീരുമാനിച്ചത്. യേശു തിരിഞ്ഞ് അവനോട് പറയുക, ഹല്ലേലൂയ, ആമേൻ, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല, കുറുനരികൾക്ക് കൂടെങ്കിലും കൊണ്ട് തല ചായ്ക്കാൻ. മനുഷ്യപുത്രന്, സ്തോത്രം, ആമേൻ, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ പോലും ഇടമില്ല. വന്ന ന്യായശാസ്ത്രിയെ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആളുകളുടെ യോഗ്യത നോക്കിയ പല
റിട്ടേൺ ടെസ്റ്റ് നടത്തി, പല ഇന്റർവ്യൂ നടത്തി, ഏറ്റവും മികച്ച ആളിനെ തെരഞ്ഞെടുത്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കലും അങ്ങനെയല്ല തെരഞ്ഞെടുത്തത്. കുറവുള്ളവരെ തെരഞ്ഞെടുത്ത്, സ്തോത്രം, സൗമ്യതയുള്ളവരെ തെരഞ്ഞെടുത്ത്, ശാന്തതയുള്ളവരെ തെരഞ്ഞെടുത്ത് തന്റെ ശിഷ്യന്മാരാക്കി തീർക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പി. കർത്താവിന്റെ മുഖമേറ്റ് കർത്താവിനോട് പഠിക്കണം. അങ്ങനെയുള്ളവരെ കണ്ടാലറിയാം, കർത്താവിൽ നിന്ന് പഠിച്ചവരെ കണ്ടാലറിയാം, അവർ സൗമ്യതയുള്ളവരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും. സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ആമേൻ. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവി. സ്തോത്രം. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് പറഞ്ഞു, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകി. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ മക്കളെ കണ്ടാൽ അറിയാം, കർത്താവിന്റെ മക്കളെ കണ്ടാൽ അറിയാം പിതാവിന്റെ സ്വഭാവം ആ മക്കളിൽ ഉണ്ടായിരിക്കും. സ്തോത്രം. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ ദൈവമാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കണം. സ്തോത്രം. സമാധാനം ഇല്ലാത്തടത്ത് സമാധാനം ഉണ്ടാക്കണം. അല്പം കൂടെ കലക്കി നമുക്കതിൽ നിന്ന് നേട്ടം നേടാം എന്ന് ചിന്തിക്കുന്നവർ ദൈവമക്കളെ അല്ല, കർത്താവിന്റെ ശിഷ്യന്മാരുമല്ല. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവരാണ് ദൈവത്തിന്റെ മക്കൾ. ഞാൻ സൗമ്യതയുള്ളവനാണ്, ഞാൻ താഴ്മയുള്ളവനാണ്, അതുകൊണ്ട് എന്റെ മുഖം ഏറ്റ് എന്നോട് പഠിപ്പി. സ്തോത്രം. കർത്താവിനോട് പഠിച്ചിട്ട് വരുന്നവർക്ക് സൗമ്യത ഉണ്ടായിരിക്കും, താഴ്മയുണ്ടായിരിക്കും. അങ്ങനെ കർത്താവിൽ ഒത്തിരി പഠിക്കാൻ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നാണ് കർത്താവ് എല്ലാം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ, യേശു കർത്താവിനെ കുറിച്ച് ഏറ്റവും അധികം പ്രവചനങ്ങൾ നടത്തിയ യെശയ്യാ പ്രവാചകൻ, അവന്റെ നാവ് പോലും കൊള്ളത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഞാൻ പറയാം, യെശയ്യാ 6-ന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാപ്പോൾ അവന് ചുറ്റും പറന്ന് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 രാപ്പകലാർത്തുകൊണ്ടിരുന്നു. അവരാരാധിക്കുന്ന അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറച്ചു. സ്തോത്രം. ദൈവത്തിന്റെ വലിപ്പം അവിടെ വെളിപ്പെട്ടു. അത് വെളിപ്പെട്ട അടുത്ത നിമിഷം യെശയ്യാവിന് ഒരു കാര്യം മനസ്സിലായി, താൻ കുറവുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, മഹാന്മാരോട് അധികം അടുക്കരുതെന്നാ പറയുന്നത്. മഹാന്മാരോട് അധികം അടുത്താൽ അവരുടെ മഹത്വം കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. സ്തോത്രം. നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും ഇവരില്ലായിരുന്നല്ലോ എന്ന് ഓരോ ദിവസം കഴിയുന്തോറും തോന്നും. എന്നാൽ കർത്താവിനോട് അടുക്കുമ്പോൾ അവന്റെ മഹത്വം വർദ്ധിച്ച് 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 വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കുറവുകൾ ഓരോന്നോരോന്നായിട്ട് വെളിപ്പെട്ടും തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവ് കർത്താവ് അവന്റെ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോ, സ്തോത്രം, സാറാപ്പുകൾ പോലും മുഖത്തോട് നോക്കാതെ, കർത്താവിന്റെ മുഖത്തോട് നോക്കാൻ കഴിയാതെ മുഖം ചിറക് കൊണ്ട് മറച്ച്, കാല് മറച്ച് പറന്ന് കർത്താവ് പരിശുദ്ധൻ 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 രാപ്പകലാർക്കുമ്പോൾ ദൈവ സാന്നിധ്യം ശക്തമായി അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈ മനുഷ്യന് എന്താ വ്യക്തമായെന്ന് അറിയാമോ? താൻ ശുദ്ധിയില്ലാത്ത ആചാരങ്ങളുള്ള ഒരു മനുഷ്യൻ. സ്തോത്രം. പ്രവചനമാണ് താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ തന്റെ നാക്കോളത്തില്ല. വിളിച്ചുകൊണ്ട് അയ്യോ, സ്തോത്രം, ഹല്ലേലൂയ, അയ്യോ. നമ്മളുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ വിളിച്ചു പോകേണ്ട ഒരു വാക്കാണ് അയ്യോ. സ്തോത്രം. ഹല്ലേലൂയ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. സ്തോത്രം. അയ്യോ, ഞാൻ വ്യാജമുള്ള അധരങ്ങളുള്ള മനുഷ്യൻ. സ്തോത്രം. എന്റെ അധരം, എന്റെ നാവ് കൊള്ളത്തില്ല. അത് കേട്ട നിമിഷം തന്നെ സാറാപ്പുകൾ ആ യാഗപീഠത്തിന്റെ ഒരു തീക്കൊള്ളി കൊണ്ടുവന്ന് പ്രവാചകന്റെ നാവിൽ തൊട്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ അധരം ശുദ്ധിയുള്ളതായി തീർന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ നമ്മുടെ കുറവുകൾ കണ്ട് അത് പരിഹരിച്ച് ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അടുത്ത അധ്യായത്തിൽ തന്നെ യേശുവിനെ കുറിച്ച് പ്രവചിക്കുക. കന്യകർക്കുണിയായ ഒരു മകനെ പ്രസവിക്കും, ശക്തമായി പ്രവചനം നടത്തുകയാണ്. ഹല്ലേലൂയ. കുറവുകൾ വെളിപ്പെടുമ്പോൾ, സ്തോത്രം, കർത്താവിനോടത് പറഞ്ഞാൽ കർത്താവ് അത് മാറ്റി വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ കുറവ് പരിഹരിച്ച്
ആമേൻ കർത്താവ് അവനെ ആമേൻ ശക്തമായിട്ട് ഉപയോഗിച്ചു. സ്തോത്രം. പത്രോസിനെ നോക്കിക്കേ. പത്രോസ് വലിയ കഴിവൊന്നുമുള്ള മനുഷ്യനൊന്നുമല്ലായിരുന്നു. പത്രോസ് ഒരു ഭീരുവായിരുന്നു. സ്തോത്രം. യേശുവിനെ അറസ്റ്റ് ചെയ്ത രാത്രി ഒരു പെൺകുട്ടി പറഞ്ഞു, നീ അവരോടുകൂടെ ഉണ്ടായിരുന്നവനായിരുന്നു, എനിക്ക് മനസ്സിലായി. പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. അല്പം കൂടെ മുൻപോട്ട് ചെയ്യുന്നു. സ്തോത്രം. കുറെ ആൾക്കാർ ഒന്നിച്ചു നിൽക്കുന്നു. സ്തോത്രം. അപ്പോ അവര് പറഞ്ഞു, നീയും അവരുടെ കൂടെ ഉള്ളവനാണ്. സ്തോത്രം. യേശു ആമേൻ സ്തോത്രം ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഉടനെ പറഞ്ഞു, യേശു ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല, ഞാൻ അവനെ അറിയുന്നില്ല. മൂന്നാമത് സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചു പേര് പറഞ്ഞു, നീ അവന്റെ കൂടെ ഉള്ളവനാണ്, നിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് നീ ഗലീലക്കാരന്. പത്രോസ് പറഞ്ഞതെന്ന് അറിയാമോ? ആമേൻ. പത്രോസ് ആണയിടാനും പ്രാകുവാനും തുടങ്ങി. ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. സ്തോത്രം. ഇതാ പത്രോസ്. സ്തോത്രം. യേശുവിനെ അറിയുന്നില്ല, യേശുവിന്റെ കൂടെയുള്ള മനുഷ്യനാണെന്ന് പോലും തയ്യാറല്ല. പ്രാകുന്നു. ആ മനുഷ്യൻ കാരണമാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. എന്നിട്ട് ആണയിട്ട് പറയുന്നു, സത്യമായിട്ടും എനിക്ക് യേശുവിനെ അറിയത്തില്ല, ഈ മനുഷ്യനെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പെന്തക്കോസ്ത് നാൾ ആയിരക്കണക്കിന് യഹൂദന്മാർ തടിച്ചുകൂടിയപ്പോൾ 2-3 പെൺകുട്ടികൾ മാത്രമല്ല, ആയിരക്കണക്കിന് യഹൂദന്മാർ തടിച്ചുകൂടിയത് നടക്കുന്നതുകൊണ്ട് പത്രോസ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. കേട്ടോ? സ്തോത്രം. ഒരു ഭീരുവായ മനുഷ്യനെ ശക്തനാക്കി മാറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. ഒരു ജഡത്തിനും ദൈവസന്നിധിയില് പ്രശംസിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരെങ്കിലും പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം, അല്ലാത്ത ആരും എന്നെ ഫോളോ ചെയ്യാൻ ക്വാളിഫൈഡ് അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി. ശിഷ്യന്മാരെ കുറിച്ച് ആമേൻ ആളുകൾ പറയുന്നത് എന്താ? ഇവർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പഠിപ്പില്ലാത്ത ആളുകൾ, ഇവർ ഗലീലക്കാർ. സ്തോത്രം. എന്നാൽ അവരെ കൊണ്ട് ഈ ഭൂതലം കീഴ്മേൽ മറിച്ചവനാണ് കർത്താവ്. ഹല്ലേലൂയ. ആരാണ് നമ്മുടെ കർത്താവ്? ആരാണ് നമ്മുടെ കർത്താവ്? ഞാൻ ചോദിക്കട്ടെ, 2000 വർഷത്തിന് മുൻപ് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ആമേൻ റേഡിയോ ഇല്ല, ടെലിവിഷൻ ഇല്ല, വർത്തമാന പത്രമില്ല, ടെലിഫോൺ ഇല്ല, ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഈ ലോകത്തിന്റെ ഒരു ചെറിയ സ്ഥലത്ത് ആമേൻ ഇതാ യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സാധാരണക്കാരായ 12 പേർ, യേശുവിനെ അവർ ക്രൂശിൽ തറച്ചു കൊന്നു. സാധാരണക്കാരായ 12 പേരിൽ യൂദ ആത്മഹത്യ ചെയ്തു. പിന്നെ 11 പേര് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചകത്തിരിക്കുന്ന അവസ്ഥ, റോമാക്കാരെ ഭയപ്പെട്ട് നടക്കുന്ന അവസ്ഥ, കയ്യില് പണമില്ല, സ്തോത്രം, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കാൻ പത്രമില്ല, വർത്തമാന പത്രം പോലുമില്ല, ടെലിഫോണിൽ ഒന്നുമില്ല. എന്നിട്ടും നോക്കിക്കേ, യേശു കാൽവരിയിൽ കയറുന്നതിന്റെ ആമേൻ ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന്. മാമേനി പ്രഭാതത്തിൽ. ഹല്ലേലൂയ. 2000 വർഷത്തിന് മുമ്പ് നടന്ന ഈ കൊച്ചു സംഭവം അവിടെ തന്നെ അവസാനിക്കേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരാഴ്ച പോലും അതിന് ആയുസ് ഉണ്ടാകാൻ പറ്റത്തില്ല. കൂടി വന്നാൽ 1 മാസം യേശുവിനെ കുറിച്ച് അവർ ഓർത്തിരിക്കും. സാധാരണക്കാരായ 11 പേർ, പത്രോസിന്റെ ധൈര്യം നമ്മൾ കണ്ടത്, അതിനെക്കാട്ടി കുറഞ്ഞ പാർട്ടികളോ എല്ലാം നാനാവിധമായി പോകേണ്ടതാണ്. എന്നാൽ അങ്ങനെയൊന്നും പോയിട്ടില്ല. 2000 വർഷം കഴിഞ്ഞിട്ടും ഇത് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും തല ഉയർത്തി യേശു ക്രിസ്തുവിന്റെ രാജ്യം നിലനിൽക്കുന്നെങ്കിൽ ഇത് കർത്താവിന്റെ സഭയാണ്. കർത്താവാണ് ഇത് പണിതത്. സാധാരണക്കാരെ ഉപയോഗിച്ച് പണിതതാണ് ഈ സഭ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും നമ്മെ ഉപയോഗിക്കാൻ കർത്താവ് വിശ്വസ്തനാ. ഇന്നും ജീവിക്കുന്നവനാ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, യേശുവിനെ അറസ്റ്റ് ചെയ്തത് മുതൽ യേശുവിനെ ക്രൂശിച്ച് കൊല്ലുന്നതരം വരെ യേശുവിന് വേണ്ടി സംസാരിക്കാൻ ധൈര്യത്തോട് ഒരാൾ പോലും മുൻപോട്ട് വന്നില്ല. ഒറ്റയാൾ പോലും യേശുവിന് വേണ്ടി സംസാരിക്കാൻ മുൻപോട്ട് വന്നില്ല. പീലാത്തോസേ, നീ എന്തോ വിധിയായി വിധിച്ചത്? ഞാൻ ഇവന് കുറ്റമൊന്നും കാണുന്നില്ല, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിക്കുന്നോ? അതെന്തൊരു വിധിയാ? കുറ്റമൊന്നും കാണാത്തവനെ വെറുതെ വിടുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു. യേശുവിനെ ചവിട്ടുന്നു, ഇടിക്കുന്നു, തലയിൽ മുക്കിരിടമ ചാഞ്ഞടിക്കുന്നു, രക്തത്തിൽ കുളിച്ച് കർത്താവ് നിൽക്കുന്നു, പീലാത്തോസ് കൊണ്ട് അടിച്ചു തകർക്കുന്നു. അവൻ എന്ത് ദോഷം ചെയ്തിട്ടാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കാൻ പോലും ഒരാളില്ലായിരുന്നു. എന്നാൽ അതേ യേശുവിന് വേണ്ടി കഴിഞ്ഞ 2000 വർഷങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവൻ വലിച്ചെറിഞ്ഞെങ്കിൽ ഇത് അന്നുകൊണ്ട് അവസാനിച്ച ഒന്നുമല്ല.
അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്, എന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ട എല്ലാ കഴിവുകളും ശക്തിയും കർത്താവ് കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മിൽ പ്രശംസിക്കുന്നവരാവരുത്, നാം കർത്താവിൽ മാത്രം പ്രശംസിക്കുന്നവരാകാവൂ. ഹല്ലേലൂയ, ആമേൻ. സമയം മുന്നോട്ട് പോയല്ലോ, സ്തോത്രം. ആമേൻ. ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ കൊണ്ട് എന്ത് കഴിയും? ആമേൻ. ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കാൻ വേണ്ടി ഒട്ടക്കണക്കിൽ കിടന്ന ഒരു കൊച്ചനെ, മിസ്രൈമിലെ ഒരു അടിമയെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുഞ്ഞു പോലും ഇല്ലാതിരുന്ന അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റാൻ ഈ കർത്താവിന് കഴിയുമെങ്കിൽ, സ്തോത്രം, അവനെ കൊണ്ട് കഴിയാത്തൊന്നുമില്ല. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ യോഗ്യതയില്ലായ്മ തീർച്ചയായിട്ടും നമ്മുടെ യോഗ്യതയായി കർത്താവ് കൊണ്ടാണ് നമ്മെ തെരഞ്ഞെടുത്ത് മക്കളാക്കി തീർത്തത്, അവകാശികളാക്കി തീർത്തത്. നമുക്ക് എപ്പോഴും കർത്താവിൽ പ്രശംസിപ്പാൻ ഇടയായി തീരട്ടെ. ആമേൻ. അല്പസമയം കർത്താവിന്റെ വചനത്തിൽ സംസാരിച്ചു തുടങ്ങാൻ അവസരം തന്ന കർത്താവിന്റെ ദാസരോട് എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.